കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകാനാ അല്ലെ? പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറയാണ്, നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് പാപത്തിന് കാരണമാണെങ്കിൽ കണ്ണ് ചുഴുന്ന് കളയുക, കൈയാണെങ്കിൽ കൈ മുറിച്ച് കളയുക. കാരണം മുഴു ശരീരത്തോടു കൂടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ചില അവയവങ്ങൾ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകാനാ. ഏത് സാഹചര്യത്തിലാണ് ഇത് പറയുന്നതെന്ന് സുവിശേഷം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. എന്തായാലും ശരീരത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും ബന്ധങ്ങളിലുള്ള വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈശോ ഇപ്രകാരം പറയുന്നത്. എന്നാൽ ഈശോ പറയുന്ന ഈ വചനം ലിറ്ററലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ എന്തുണ്ടാവില്ല? കണ്ണുണ്ടാവില്ല, ചെവി ഉണ്ടാവില്ല, നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും ഉണ്ടാവില്ല, പലരും ജീവിച്ചിരിക്കുന്ന പോലും ഉണ്ടാവില്ല. കാരണം നമ്മുടെ പല അവയവങ്ങൾ കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള പാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് അത്തരത്തിൽ ചെയ്യാനാണോ ഈശോ ആഗ്രഹിക്കുന്നത്? നമ്മളെ തന്നെ കൊല്ലാനാണോ ഈശോ ആഗ്രഹിക്കുന്നത്? അല്ല, ലിറ്ററൽ സെൻസിലല്ല. എന്നാൽ ഈശോ പറയാണ്, ശരീരത്തിന്റെ വിശുദ്ധിക്കെതിരായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളുടെ വിശുദ്ധിക്കെതിരായിട്ടുള്ള ഒരു പാപവുമായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. പാപവുമായിട്ട് നമുക്ക് കോംപ്രമൈസ് വേണ്ട. അതിൽ നല്ലത് നമ്മൾ മരിക്കുകയാണ്. പല വിശുദ്ധരും പറഞ്ഞു കേട്ടിട്ടില്ലേ, പാപത്തേക്കാൾ മരണം. അത്ര തന്നെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. ലെറ്റ്സ് നോട്ട് ഗെറ്റ് കോംപ്രമൈസ് ടു സിൻ, ബട്ട് ലെറ്റ്സ് ഗെറ്റ് കോംപ്രമൈസ് ടു ഗോഡ്. എങ്ങനെ? നമ്മൾ ആരും മനഃപൂർവ്വം പാപം ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാൽ മനുഷ്യന്റെ ബലഹീനതയിൽ പാപത്തിൽ വീണുപോകും. എന്നാൽ പാപത്തോടല്ല, ദൈവത്തോട് കോംപ്രമൈസ് ചെയ്യാൻ ദൈവം നമുക്കൊരു അവസരം തന്നിട്ടുണ്ട്. എന്താ? കുമ്പസാരം. ഈ നോമ്പുകാലത്തില് ചെയ്തു പോയ പാപം എന്ത് തന്നെ ആയിക്കോട്ടെ, വീണു പോയത് എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ദൈവമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും പോയി നല്ലൊരു കുമ്പസാരം നടത്തി പാപത്തോടല്ല, ദൈവത്തോട് കോംപ്രമൈസ് ചെയ്യാം.